ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ട് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ റവയിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാനാണ് നമ്മളിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അരിയൊന്നും പുതിരാൻ ഇട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ അതെ, ഇത് ഒരു 20 മിനിറ്റിന് ശേഷം കണ്ടോ, റവയ്ക്ക് നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റ് പാകമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവയ്ക്ക് വെള്ളം ത്തിൻ്റെ അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ റവയോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ടരിയുടെ ചോറോ വെളുത്ത ചോറോ ഏത് വേണേലും ചേർക്കാം. 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ കപ്പ് അളവ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവാക്കി വെച്ചാലും മതി. ഇനി നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മളുടെ കുതിരാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരിയൊന്നും കുതിരാനിട്ടിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർക്കുന്നത്. ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 2 സ്പൂണോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഈ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താലും മതിയാകും. അപ്പോൾ ദേ ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഞാനിതൊരു പൊങ്ങി വരാൻ അരമണിക്കൂറാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന എന്താ പറയുക, ഈസ്റ്റിൻ്റെ പഴയതാണെങ്കിൽ കുറച്ചുകൂടി സമയമൊക്കെ എടുക്കും കേട്ടോ പൊങ്ങി വരാൻ. പിന്നെ സ്ഥലത്തിൻ്റെ ചൂടിനനുസരിച്ചും ആയിരിക്കും. അപ്പോൾ എനിക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയമിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യുന്നു വേണ്ട. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് ഒരുപാട് പ്രധാനമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് എൻ്റെ ചങ്കുകൾ എനിക്ക് ഒരുപാട് ലൈക്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതേപോലെ സപ്പോർട്ട് എനിക്ക് ഇൻഷാല്ല വീണ്ടും തരണം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അല്പം നല്ലെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിയ പാനൊക്കെ ആണെങ്കിൽ ഒന്നും എണ്ണയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് പഴയ പാൻ ആയതുകൊണ്ട് ഒരല്പം നല്ലെണ്ണ ആക്കിയിട്ട് ഇതേപോലെ ഒരു 2 തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം കേട്ടോ. അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിങ്ങനെ നമ്മൾ കറക്കുന്ന പോലെ തന്നെ കറക്കി അപ്പം പോലെയും ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഹോളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് അപ്പം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, നല്ല ഹോളൊക്കെ തെളിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി അപ്പം നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ആ പാലപ്പൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇത് ഒരെണ്ണം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഓരോ പ്രാവശ്യവും ഞാനൊരല്പം നല്ലെണ്ണയൊന്ന് എന്താ പറയുക ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. ഇപ്പം ഇനി കുട്ടി കുട്ടി അപ്പായിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ട, ഒരു മീഡിയം ഫ്ലെയിം അതിലൊരു അല്പം കുറച്ചും വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഇതേപോലെ ഞാൻ എല്ലാം അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ഓട്ടയൊക്കെ ആയിട്ട് തെളിഞ്ഞു വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏതൊരു കറിയുടെ ഒപ്പവും നമുക്ക് കഴിക്കാം. ഇപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ നല്ല ചൂട് ചായയുടെ ഒപ്പമൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. നല്ല ആരെടുത്തിട്ടുള്ള അപ്പാണ്. അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.